അമ്മൻ്റെ മോൾ അമ്മൻ്റെ ഡോറിൻ്റെ അടുത്തേ ഉണ്ടായിരുന്ന ഗുഡ് മോർണിംഗ് റൂഫി കണ്ണ നമ്മുടെ ഷൊട്ടേ. അയ്യോ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമല്ലോ. നിങ്ങൾ മിസ് ചെയ്യുമല്ലോ, നമ്മുടെ പൊണ്ണുങ്ങളെ മിസ് ചെയ്യുമല്ലോ നമ്മുടെ ഷൊട്ടുകളിന്. ഇതാ പെട്ടിയൊക്കെ പുറത്തിറങ്ങി. ഇന്ന് മുതൽ പാക്കിങ് തുടങ്ങണം. ഇന്നലെ രാത്രി പെട്ടിയെടുത്ത് പുറത്ത് വെച്ചു. നമ്മുടെ പൊന്നേ, നമ്മുടെ ഷൊത്തേ, നമ്മുടെ ചോറോടെ, നമ്മുടെ ചോറോടെ നമ്മൾ പോകുമല്ലോ നമ്മുടെ കുട്ടീനെ വിട്ടിട്ട്. കുട്ടി നല്ല കുട്ടിയായിട്ടിരിക്കണം. ഓക്കെ, നമ്മുടെ ഷൊത്താണ്. സുഖി വാക്കിങ് കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. വാ കഴിക്കുക, വാ എഗ്ഗ് കഴിക്കുക. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് സോറോന്റെ റൂഫിന്റെ, ഇത് ഞങ്ങളുടെ. 2 ആൾക്കും ഓരോ ഡബിൾ ഓംലെറ്റ്, ഓരോ ബനാന, പിന്നെ സുഗീന്റെ സ്പെഷ്യൽ റാഗി മോൾട്ട്. സുഗി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാ റാഗി മോൾട്ട്, കുറേ പാലില് റാഗി മോൾട്ട്. ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കമോൺ, ലെറ്റ്സ് ഹാവ് കമോൺ. ഓ വന്ന മുട്ട കഴിക്കാ. വായോ. പിള്ളേരൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഞാൻ ഇവിടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. അധികമൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. റൈസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഫിഷ്. ഇത് ലാസ്റ്റ് ബാച്ച് ഓഫ് സിയർ ഫിഷാണ്, അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ബാലൻസ് പാവയ്ക്കൻ്റെ പുളിയിട്ട് വരട്ടിയതില്ല, അതുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന കക്കയിറച്ചിയുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് കഴിക്കുന്നത്. പപ്പടം വേണമെങ്കിൽ വറുക്കാം, പക്ഷേ ഇന്ന് ഇതൊക്കെ തന്നെ മതി. പപ്പടം നമുക്ക് നാളെ വറുക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ് കേട്ടോ. കുറച്ച് ചോറ്, കുറച്ച് കക്കയിറച്ചി ഉണ്ട്, പാവയ്ക്കുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ തൈര് കുക്കുംബർ സാലഡും ഉണ്ട്. ഓക്കെ, ഇപ്പം സമയം 3:30 ആവാറായി. പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടാ. ഇതിവിടെ ഒരാൾ കണ്ടോ, സുഖമായിട്ട് കഴിച്ച് കണ്ടിട്ട് അവിടെ കിടക്കുക. ബെഡ് വരെ ബാൽക്കണിയിലുണ്ട്. ഇന്നൊരു ടയേർഡ് ഈവനിങ് ആണ്. ബോഡി കംപ്ലീറ്റ് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. നല്ല ബോഡി പെയിൻ ഉണ്ട്, നല്ല ടയേർഡ്നെസ് ഉണ്ട്, നല്ല തലവേദന ഉണ്ട് ഡീഹൈഡ്രേറ്റ് ആയതിന്റെ. ഇതാ ഇവിടെ ഒരാളുണ്ട്. അപ്പോ ഒരു 2 ദിവസം ഒരു ഇതും ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാണ്ട് ചിൽ ചെയ്ത് റിക്കവർ ആയിട്ട് വേണം നാട്ടിൽ പുറപ്പെടാൻ. കാരണം അവിടെ പോയിട്ട് നമുക്ക് കുറെ എനർജി വേണ്ടേ, അതിനുവേണ്ടി നമ്മൾ എനർജി സേവ് ചെയ്യണം. ബാക്ക് ടു കോക്കനട്ട്. കൊക്കോ ഉള്ളു, നട്ടിന്റെ ലൈറ്റ് കത്തണില്ലല്ലോ. ഇന്ന് നമ്മളുടെ മുന്നേ ഇവിടെ എപ്പോഴും ഉണ്ടാവാറുള്ള ചായ ഉണ്ടാക്കണ ചേട്ടൻ തിരിച്ചു വന്നു. അതിന്റെ സന്തോഷത്തിലാണ് ഞാനും സുഖിയും. കാരണം ആ ചേട്ടന്റെ ചായ സൂപ്പറാണ്. ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ചേട്ടൻ. ആ ചേട്ടൻ 1 മാസമായിട്ട് നാട്ടിലായിരുന്നു, ഇപ്പൊ തിരിച്ചു വന്നു. ചായ വന്നു. ചായ വർക്ക് ഫ്രം കോക്കനട്ട്. പഴംപൊരി, പരിപ്പുവട, ചായ, പിന്നെ സുഗി ഒരു ബൺമസ്ത. ഇതാ ഇന്ന് പിള്ളേർക്കുള്ള ഫുഡ് റെഡിയാക്കാണ്. ഇതാ പിള്ളേർ ഇവിടെ പറഞ്ഞപ്പോഴേ ഇതാ കണ്ട ഇതവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാളും. ഇന്ന് അവർക്ക് എന്താന്ന് വെച്ചാല് ചിക്കൻ ഉണ്ട് കേട്ടോ താഴെ. ഇതാ ചിക്കനും പംകിൻ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ലേശം കല്ലുപ്പ്, പിന്നെ ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇത് എന്തിനാ പംകിൻ ഇപ്പോഴേ ഇട്ടെന്ന് വെച്ചാൽ ഫുൾ സ്മാഷ് ചെയ്തിട്ട് സൂപ്പിന്റെ കൂടെ കൊടുക്കാൻ. പീസായിട്ട് കൊടുക്കുമ്പോൾ 2 പേർക്കും അത്ര താല്പര്യമില്ല. അപ്പൊ ഇത് ചിക്കന്റെ കൂടെ കിടന്ന് വെന്തിട്ട് സ്മാഷ് ചെയ്തിട്ട് നമുക്കത് സൂപ്പായിട്ട് ഇവർക്ക് കൊടുക്കാം. പീസ് ഞാൻ പിന്നെ സെപ്പറേറ്റ് വാരി കൊടുക്കും 2 ആൾക്കും. അവിടെ വെയിറ്റ് ചെയ്ത് കടന്നു.
ഇത് ബേസിക് ഫസ്റ്റ് റൗണ്ട് ഓഫ് പാക്കിങ് കഴിഞ്ഞിട്ടാ. അപ്പൊ ഇത്ര പേരുണ്ട്, ഇതൊക്കെ നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇന്നത്തെ പാക്കിങ് ഓവർ പാക്കിംഗ് ആണ്. ഇനി നാളെ നമ്മൾ ഇതിൽ നിന്ന് കുറക്കണം. പിന്നെ ബുധനാഴ്ച എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടും, അത് ആഡ് ആക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണത് ഈ 2 ട്രോളിയാണ്. ഈ ഒരു വലിയ ട്രോളിയും ഈ ഒരു ചെറിയ ട്രോളിയും, പിന്നെ 2 ആളുടെ ലാപ്ടോപ്പ് ബാഗ്സ് വരും. അത്രനെ നമ്മൾ പ്ലാൻ ചെയ്യണത്. കാരണം തിരിച്ചു വരുമ്പോൾ മമ്മി ഡാഡീൻ്റെ ലഗേജ് ഉണ്ടാകും. അധികം ഉണ്ടാവില്ല, എന്നാലും അവരുടെയും ബാഗ് വെക്കണം അതിനുള്ള സ്ഥലം. പിന്നെ ഇത്തവണ ഡോഗ്സിനെ നമ്മുടെ സോറോനെ റൂഫിനെ കൊണ്ടുപോകാത്ത കാരണം അവരുടെ തിങ്സ് ഒന്നും ഇല്ല, അവരുടെ കൊട്ട ബെഡ് ഇതൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ അവിടെ കൊടുക്കാനുള്ളത് മമ്മീൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് അതൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി കുറേ പാക്ക് ചെയ്യാണ്ട്, ഇന്നേഴ്സ്, ജ്വല്ലറീസ്, മേക്കപ്പ് ഐറ്റംസ്, ടോയ്ലറ്ററീസ്, ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. എത്ര ആകും എന്നറിയില്ല. ഇനി റൂഫി ഫുൾ കമ്പനി തന്നില്ലേ റൂഫി? നോക്ക് പോന്നെ, ഇവിടെ നോക്ക്. ആ അമ്മയുടെ കുട്ടി ഫുൾ കമ്പനി തന്നു മമ്മിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാഡി ഫുൾ ഹെൽപ്പ് ചെയ്തു. ഡാഡി സുഖി എന്തിനാ ഇപ്പൊ ദേഷ്യം വന്നിട്ട് ഇരിക്കുന്നുണ്ട് പറയേ? സുഖിന്റെ ടേബിളിന്റെ ഇത്ര സ്ഥലത്തിൽ ഇത് വെച്ചതിന് സുഖി ഭയങ്കര ദേഷ്യപ്പെട്ടു. എന്റെ ടേബിൾ മെസ്സി ആയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് റൊണാൾഡോ ആക്കാം, CR7. സോറോ എണീറ്റ് വന്നാ? ഇല്ല പോവാ, നമ്മളെ മൈൻഡാക്കില്ല, വേറെ സ്ഥലം നോക്കി പോവാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇതൊക്കെ നാളെ സോർട്ട് ചെയ്യാം. ഇപ്പൊ സമയം ഓൾറെഡി 12 മണി കഴിഞ്ഞു. നാളെ ജിമ്മിൽ പോകുന്നൊന്നും അറിയില്ല. ഐ തിങ്ക് ഇനിയിപ്പോ ഈ 1 ദിവസം 2 ദിവസം ജിമ്മിൽ പോയിട്ട് വലിയ കാര്യമൊന്നും വിട്ടാൻ പോണില്ലല്ലോ. പണികളും കൊണ്ട് ഉറക്കം ശരിയാകണ്ടേ നമ്മളുടെ. നമുക്കിനിയിപ്പോ 3 ദിവസം ഒന്നും ജിമ്മിൽ പോകണ്ട. വേണമെങ്കിൽ ഇവിടെ സ്ട്രെച്ചിങ് ഒക്കെ വീട്ടിലേ ചെയ്യാല്ലേ? ഓക്കെ. ഇനി വെനസ്ഡേക്കൊക്കെ കുറെ പണിയുണ്ടല്ലേ. നമ്മളെ സെൽഫ് ഗ്രൂമിങ് ഇല്ലേ, സെൽഫ് ഗ്രൂമിങ്ങിന് 1 ദിവസം പോകും, പാക്കിങ് ഇഞ്ഞും പോകും. പറ. എനിക്ക് ഇനി 1 ലിറ്റർ ചായ കുടിക്കാണ്ട്, പിന്നെ 1 കപ്പ് പാല് കുടിക്കാണ്ട്, ഇതൊക്കെ കുടിച്ചിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. എത്ര മണി? 12:30. ഞാൻ 2:30 വിചാരിച്ചു. ശരി, ബൈ ബൈ. റഫായിട്ട് കാണിക്കാട്ടാ. ഓൾമോസ്റ്റ് ഡ്രസ്സ് പാക്ക് ചെയ്തൊക്കെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഫുള്ള് സാധനങ്ങൾ ഇനി താഴെയൊക്കെ ചെയ്യാണ്ട്. സമയം 12:45. ഞാനൊരു ഹൈബിസ്കസ് ടീ ആയിട്ട് ഇരുന്നുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. കൂടെ തനി മലയാളീൻ്റെ ഒരു വ്ളോഗും കാണുന്നുണ്ട്. നമ്മളെ കപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ, പോയിട്ടില്ല. വലിയ കപ്പ് മിക്കവാറും നാളെ ഇവിടെ നിന്ന് പോകും, ക്യാപ്റ്റന്റെ വീട്ടിലേക്ക് പോകുമായിരിക്കും. അവർക്ക് കുട്ടികളെന്നൊക്കെ കാണിക്കാൻ കൊണ്ടുപോകണം പറഞ്ഞു. ചെറിയ കപ്പ് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. അതാണ് ഇപ്പത്തെ പ്ലാൻ. അപ്പൊ എന്തായിരുന്നാലും ഇന്നലെ കളിച്ചതിന്റെ ഫുൾ ബോഡി പെയിനാ രണ്ടാളിനും. അപ്പം ഫുൾ ഡെഡ് ആയിരുന്നു. ഞാൻ നല്ല സുഖമായി കിടന്നുറങ്ങി. അവളും പിന്നെ വർക്ക് അതിൻ്റെ ഇതിൽ ഫുൾ തിരക്കായി പോയി. ഇന്നും 2 ദിവസം തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നാട്ടിലേക്ക് പോകണം, കല്യാണം, അതിൻ്റെ ഫുൾ ബിസിയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന വ്ളോഗ്സിലൊക്കെ നിങ്ങൾ കുറേ കാണും. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗിൽ കുറേ കണ്ടന്റ് ഒന്നുമില്ല. എന്താ പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആയിരുന്നു. നാളെയും കുറച്ചൊക്കെ ചെയ്യും. സോ എന്തായിരുന്നാലും തിരിച്ച് ഇതേപോലെ കുറേ അടിപൊളി വ്ളോഗായിട്ട് ഇനി അടിപൊളി കണ്ടന്റ് ഉണ്ട് ഇനി ഫുൾ 2 വീക്സിനുള്ളതും. സോ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. സോ ഇതേപോലെ അടുത്ത വ്ളോഗിൽ തിരിച്ച് കാണാൻ നാളെ. എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗുഡ് നൈറ്റ്. വൈ എനിക്കിനി പണിയുണ്ട്, അവളിപ്പോൾ കിടന്നിറങ്ങും. അപ്പോൾ പിന്നെ കാണാം. എന്നിപ്പോ കുറേ ചീത്ത പറഞ്ഞത് എന്തിനായിരുന്നു? എന്തിനു ചീത്ത പറഞ്ഞ? കിടന്നു ഒരാഴ്ചയായിട്ട് ഉറങ്ങുന്നത് കണ്ടോ? 2 മണിക്കാ കിടന്നുറങ്ങുന്നുണ്ട്. കേട്ട എല്ലാവരുടെ അടുത്തും പറയും 11:30 ഞാൻ കിടന്നുറങ്ങുന്നൊക്കെ. ഒന്നുമില്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടിരിക്കുക. എന്റെ ഷിഫ്റ്റ് വിളിച്ച് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഗുഡ് നൈറ്റ്.